എൻ്റെ പേര് കുര്യൻ എന്നാണ്. സ്ഥലം വാകത്താനം, കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഞാനിവിടെ ആദ്യം വരുമ്പോൾ കണ്ണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 2 മീറ്ററിൽ നിന്നുകൊണ്ട് 3 മീറ്ററിലുമായിരുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ ഇത് നിന്ന്. എന്നാൽ ഇന്നിപ്പം ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേ ഞാനത് 6 മീറ്റർ 7 മീറ്റർ അകലെ നിന്ന് ലെറ്റർ കാണത്തക്ക രീതിയിൽ ഗ്ലാസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന രീതിയിൽ മാറ്റം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ ഏകദേശം 38 വർഷത്തോളമായിട്ട് ഗ്ലാസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഗ്ലാസ് ഇല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, വായിക്കാൻ പറ്റത്തില്ല, ലോങ് ഉള്ളതൊന്നും കാണാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ടി വിയിലൂടെ സുദർശന ഐ ഹോസ്പിറ്റലിൻ്റെ ഈ ആഡ് കണ്ടു. അങ്ങനെ ഞാൻ പലരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പലരുടെയും അനുഭവം എന്നോട് പറയാനിടയായി. കാരണം എനിക്ക് USA നിന്ന് വന്ന ഒരു കുടുംബം ഇവിടെ വന്നൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു 10 ദിവസത്തോളം അവർ ചെയ്ത് ഒത്തിരി വ്യത്യാസമായി ഒരു മടങ്ങിപ്പോയ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരാൻ, സുദർശന ഹോസ്പിറ്റലിൽ വരാനും ഡോക്ടറെ കാണാനും ഉള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ എനിക്കുണ്ടായ വ്യത്യാസം ഒരു അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ വന്ന് ഇത്രയും പവർ ഏകദേശം 2.5ഉം 4.5ഉമായിരുന്നു. എൻ്റെ ലെഫ്റ്റ് കണ്ണിന് അതേപോലെ എനിക്ക് തോന്നുന്നൊരു കുറച്ചുകൂടെയൊക്കെ മൈനസിലേക്ക് പോയ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇവിടെ വന്നു ഒരു 7 ഡേയ്സ് ട്രീറ്റ്മെൻറ്റാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഒരു അത്ഭുതം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ, 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു ഞാൻ നാളുകളായിട്ട് കണ്ണാടി ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടില്ല, ഓടിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ഞാൻ 2nd ഡേയ്സ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ഗ്ലാസ് ഊരി മാറ്റിയിട്ടാണ്, എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ടായിരുന്നു, അവനെ തന്നെ അത് അത്ഭുതപ്പെടുത്തി. കാരണം അവനൊരു MBBSന് വേണ്ടി പഠിക്കാൻ നീറ്റിൻ്റെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോനാണ്. അപ്പോൾ അവന് ഈ ആയുർവേദത്തിലൊക്കെ അത്രമാത്രം ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളത് അവൻ സംശയം പറയാറുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ മോൻ തന്നെ പറഞ്ഞു, അച്ഛാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, കാരണം ഇത്രയും എന്നെ തന്നെ എൻ്റെ കണ്ണ് തുറന്ന ഒരു അനുഭവം കൂടെ ആയി എന്ന് പറഞ്ഞ് മോൻ പറയാനും കൂടി ഇടയായി തീർന്നു. അത് എന്നെ സംബന്ധിച്ച് എനിക്കും അത് വലിയൊരു, കാരണം ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നതും പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറലി ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റും ആണ് ആയുർവേദം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റും നമ്പർ 1 ആയിട്ടുള്ളതാണ്. അത് പഴയ ആൾക്കാർക്ക് ഒത്തിരി അനുഭവമുണ്ട്. എന്നാൽ പുതിയ ആൾക്കാർ അലോപ്പതിയിലേക്ക് ഒത്തിരി മാറിയപ്പോഴത്തേക്കിന് ഇതിനെയൊക്കെ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. പക്ഷേ ഞാനൊരു പാസ്റ്ററായിട്ട് സർവീസ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും, അങ്ങനെ അനുഭവമുള്ളതുമാണ്. എന്നാൽ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അത് തെറ്റല്ല. എന്നാൽ അതിനേക്കാളെല്ലാം ഏറ്റവും അഡ്വാൻസ്ഡും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു സംഭവമാണ് ആയുർവേദ എന്ന് പറയുന്നത്. കാരണം നാച്ചുറലി തന്നെ അതൊരു ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണല്ലോ. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നാച്ചുറലായിട്ടുള്ള എല്ലാത്തിനെയും അതിന് വേണ്ട ഓരോ കാര്യത്തിനുള്ള പ്രതിവിധിയും കൂടെ ദൈവം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതിനെ എന്തിന് പകരമായി യൂസ് ചെയ്യണം, എന്തിനു വേണ്ടി ഇത് ചെയ്യണമെന്ന് അതിനെ തിരിച്ചറിഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം. അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നിപ്പോൾ ഏകദേശം ഇതിൻ്റെ 7ാമത്തെ ദിവസം, എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ തീരുന്ന ലാസ്റ്റ് ദിവസമാണ്. അവിടെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേത് ഇവിടെ വന്നപ്പോഴും അന്ന് ആദ്യത്തെ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും വീണ്ടും അതിൻ്റെ പവർ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിൽ, മൈനസിലേക്ക് പോകേണ്ട അവസ്ഥയിൽ നിന്നെടുത്തു നിന്ന് എന്നെ അടുത്ത് നിന്ന് വായിക്കേണ്ട അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇന്ന് ഏകദേശം 6-8 മീറ്ററോളം അകലെ നിന്ന് എനിക്ക് ഗ്ലാസ് ഇല്ലാതെ ലെറ്റർ വായിക്കാവുന്ന രീതിയിലേക്ക് എൻ്റെ കാഴ്ച മടങ്ങി കിട്ടിയ ഒരു അനുഭവം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം, ആയുർവേദത്തിൽ വിശ്വസിക്കാം. കാരണം അത് നാച്ചുറലാണ്. അത് നാച്ചുറൽ പൊതി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു. കാരണം പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള മായമില്ലാത്ത രീതിയിൽ അത് നല്ല രീതിയിലുള്ള മരുന്നുകളെ ചെയ്ത് അത് ചെയ്യുന്നതും, അത് ഡോക്ടറെ സംബന്ധിച്ചും ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും, സുദർശന ഐ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. കാരണം ഇവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും, കാരണം ഗൾഫിൽ നിന്നും അമേരിക്ക, കാനഡ, UK പോലുള്ള സ്ഥലങ്ങൾ ഞാൻ പലരെയും പരിചയപ്പെട്ടു. അവരെല്ലാം ഈ വെക്കേഷൻ വന്നിട്ട് 10 ദിവസം അവരെ സംബന്ധിച്ച് കുടുംബവുമായിട്ട്, കുഞ്ഞുങ്ങളും പേരൻസും എല്ലാമായിട്ട് ഒരുമിച്ച്
വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ടൂറ് പോകുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ അനുഭവം പോലെ, കാരണം ഒരു ടൂർ പോയി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ പലരുടെയും മുഖത്ത് അത് കാണാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. എല്ലാവരും വരുന്നവർ ആരും നിരാശയെ പോലെ അല്ല മടങ്ങിപ്പോകുന്നത്, വളരെ സന്തോഷത്തോടെ. അതുകൊണ്ട് ഓടി നടന്ന് ഞാൻ 2 ദിവസം ഞാൻ കണ്ടായിരുന്നു, ഓടി നടന്ന് പോവുക കേട്ടോ, ഇനി എന്നെ നിങ്ങളെയൊക്കെ കണ്ടത് വലിയൊരു ഫ്രണ്ട്സിനെ കിട്ടിയതുപോലെ അങ്ങനെ ഒരു അനുഭവം. അതേപോലെ ഞാൻ 2 ദിവസം ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഡോക്ടർ വിളിച്ചുകൊണ്ട് പോയി ഒരുമിച്ച് എന്താണോ എനിക്ക് തന്ന ഭക്ഷണം തന്നെയാണ് ഡോക്ടറും കഴിക്കുന്നത് ഞാൻ കണ്ടത്. ഒരു വ്യത്യാസമില്ല, ഒരേ ടൈപ്പിൽ പ്ലേറ്റ്, ഒരേ ഭക്ഷണം. അതൊക്കെ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസാണ് ഇത്. ഞങ്ങൾ ഏത് ഒരു കണ്ണിൻ്റെ പ്രശ്നമാവട്ടെ, ഒരു ശാരീരികമായിട്ടുള്ള ഏത് പ്രയാസമാവട്ടെ, അതേപോലെ തന്നെ എൻ്റെ കാലിൻ്റെ ജോയിൻറ്റുകൾക്ക് വേദന ഉണ്ടായിരുന്നു, അതും ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കാരണം പഞ്ചകർമ്മ ചികിത്സയും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. ഏത് രോഗത്തിൻ്റെ അവസ്ഥ, ഇനി എത്ര ഡോക്ടർമാർ മെഡിക്കൽ സയൻസ് തള്ളിയതാണെങ്കിലും എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ തീർന്നിട്ടില്ല. പുതിയൊരു തുടക്കത്തിന് വേണ്ടി സുദർശൻ ഐ ഹോസ്പിറ്റലുമായിട്ട് സമീപിക്കുക. ഡോക്ടർ നല്ലൊരു ഒരു ഒരു ഡോക്ടറേക്കാളെല്ലാം അപ്പുറമായിട്ട് നല്ലൊരു റിലേഷൻ, ഒരു കുടുംബം പോലെ ഇവിടെയുള്ള ഓരോരുത്തരും എല്ലാവരും അങ്ങനെ ഒരു കുടുംബത്തിലുള്ള സഹോദരങ്ങളെ പോലെ, അപ്പനെ പോലെ അമ്മയെ പോലെ നിന്ന് പരിചരിക്കുന്നത് എനിക്ക് കാണാനിടയായി തീർന്നു. എല്ലാം എൻ്റെ ജീവിതത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ പറയുമ്പം എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക, ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ അകത്തുണ്ട്. അത് ദൈവാനുഗ്രഹം പോലെ ഈ ഭൂമിയിൽ ചില വ്യക്തികളെ ചില സാഹചര്യങ്ങളും അവസ്ഥകളും പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ വരദാനം പോലെ ആണ് ഡോക്ടർ എന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ബ്ലെസ് യു.